എൻ്റെ കറണ്ട് ഇപ്പോൾ ലുക്കും ഫീലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ കുറച്ച് ലാംഗ്വേജും ആക്സെൻറ്റിൻ്റെയും വേറൊരു പരിപാടിയും വന്നിട്ടുണ്ട്. പക്ഷേ ഈ നമ്മൾ ഈ ടെക്നിക്കാലിറ്റീസിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ പെർഫോമൻസ് ഒരിക്കലും മിസ് ഔട്ട് ആവരുത്. അപ്പോൾ അത് രണ്ടും എല്ലാം നല്ല കറക്റ്റ് രീതിയിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പോയത് മഹേഷേട്ടൻ്റെ ക്രെഡിറ്റ് കൊണ്ട് മാത്രമാണ്. നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്സ് വരുമ്പോഴും ആ മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് പെർഫോമറിന്. ഒരിക്കലും ഒരു പ്രഷർ ഇല്ല, ലൈക്ക് ഫസ്റ്റ് ടേക്കിൽ തന്നെ എല്ലാം ബ്രില്യൻ്റ് ആവണം. ആ ഒരു പ്രഷർ വന്നു പോവും. ബിക്കോസ് ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ അസ് ടു ഫീൽ ഇൻറ്റിമിഡേറ്റഡ്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് തന്നത് ഈ ടീം തന്നെയാണ്. സിനിമയിൽ നമ്മൾ പിടിച്ചു വെക്കണമെങ്കിൽ ടാലൻറ്റ് മാത്രമല്ല, കുറേ ഹാർഡ് വർക്കും വേണം. പിന്നെ ഇതിൽ ഈ പണി ചെയ്യാനുള്ള നല്ല ക്ഷമയും വേണം. ഈ കുറേ ഫെയിലിയേഴ്സ് ഉണ്ടാവും, പക്ഷെ ആ ഫെയിലിയേഴ്സിൽ നിന്ന് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാം, ആ ഒരു സ്ട്രെങ്ത് മനസ്സിൽ, ആ ഒരു ഉൾക്കരുത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഗിവ് അപ്പ് ആവുമല്ലോ. പിന്നെ ഇത് മാത്രമല്ല, ലൈഫിൽ എൻജോയ് ചെയ്യാൻ വേറെ കുറേ നല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലിയും ഫ്രണ്ട്ഷിപ്പും ആ ബന്ധങ്ങളും അത് നമുക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള അതുപോലത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവണം. ഇതിൻ്റെ പുറകെ മാത്രം പോരുത്. യു നീഡ് എ ഗുഡ് സപ്പോർട്ട് സിസ്റ്റം ഓൾസോ. അത് കാരണമാണ് എനിക്കും ഇത്രയും മുന്നോട്ട് വരാൻ സാധിച്ചത്. ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ എങ്ങനെയായിരുന്നു ആ ഫീല്? ഐ വാണ്ട് ടു നോ അബൌട്ട് ദാറ്റ്. വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും നമ്മൾ ഈ മൊമെന്റിലാണ് ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ ആയിട്ട് നിൽക്കേണ്ടത്. ഇതുവരെ എത്താൻ നമുക്ക് കുറെ കൺവിക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും വലിയ പേരുകൾ വരുമ്പോൾ യു കാൻ മേക്ക് യുവർ സെൽഫ് സ്മോളർ. യു ജസ്റ്റ് ഹാവ് ടു സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ആൻഡ് ഫുൾ കൺവിക്ഷനോടെ ചെയ്യണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത്രയും വലിയ ആക്ടറിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ തന്നെ ചെറുതാക്കാനുള്ള ഒരു ചെറിയ ടെൻഡൻസി വരും. പക്ഷേ അത് ആ പ്രഷർ ഞാൻ ഒട്ടും ഫേസ് ചെയ്തില്ല. മമ്മൂക്കയുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ നല്ലൊരു ഈസ് എ വെരി വെരി ജെനറസ് കോ ആക്ടർ. നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്സ് വന്നാലും ഒരു പ്രശ്നവുമില്ല. പുള്ളി തന്നെ പറയുന്നുണ്ട്, മിസ്റ്റേക്സ് എല്ലാവരുടെയും സൈഡിൽ നിന്ന് വരാറുണ്ട്, ഒറ്റ ടേക്കിൽ തന്നെ എല്ലാം ബ്രില്യൻ്റ് ആവാൻ ആർക്കും കഴിയില്ല. അപ്പോൾ നമുക്ക് മിസ്റ്റേക്സും ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കുറേ സീക്വൻസസ് ഈ സിനിമയിലുണ്ട്. അത് മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു ഓഫ് കോഴ്സ്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാത്ത സമയത്തും ഈ ടേക്കിനിടയിൽ പറയുന്ന ഓരോ സംസാരങ്ങളും അതും നമ്മുടെ കുറേ സ്മോൾ ടോക്സും കോൺവെർസേഷൻസും എല്ലാം നല്ല രസമായിരുന്നു. ഫോർ മീ ദ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ ഇസ് ദാറ്റ് ദർ ഓൾസോ റിയലി റിയലി ഗുഡ് പീപ്പിൾ. അപ്പോൾ നല്ല സിനിമയും നല്ല ആൾക്കാരുടെ കൂടെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അവസരം, ആ രണ്ട് നല്ല കാര്യങ്ങളും ഒത്തുചേർന്ന് വരുന്ന അവസരങ്ങൾ വളരെ കുറച്ചാണ് ലൈഫിൽ. അത് മാക്സിമം എൻജോയ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്.